നമുക്ക് വളരെ ടേസ്റ്റിയായി പാനിൽ വെച്ച് അടിപൊളി കേക്ക് റോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 4 ടേബിൾ സ്പൂൺ മൈദ വേണം, 2 മുട്ട, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1.5 ടീസ്പൂൺ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ. അപ്പോൾ ഇത്രയും ചേർത്ത് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 3 മിനിറ്റ് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കാരണം നല്ല ഫോം പോലെ ആവണം, എങ്കിലുള്ളൂ കേക്ക് റോളിന് വേണ്ടിയിട്ടുള്ള കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കുക. കാരണം നമ്മളിത് പാനിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ നല്ല ക്രീം പോലെ മുട്ട പതപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പോലെ ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയും മറ്റു സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കേണ്ടത്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒരു കനം കുറഞ്ഞ തവി എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. കേക്ക് റോളിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. ഇനി ഇത് ചെയ്യേണ്ടത്, ഒരു പാൻ എടുത്തിട്ട് അതിൽ ബട്ടറൊക്കെ തടവിയിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപോലെ ആവണം, അപ്പോൾ അത് ശ്രദ്ധിച്ച് ഒഴിക്കുക. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ പാൻ സ്റ്റൗവിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് മതിയാവും. ഈ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കണം. 60 ml വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല പോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കുക. എന്നിട്ടൊന്ന് തണുപ്പിച്ച് എടുക്കുക. അപ്പോൾ മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ലിഡ് ഒന്ന് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്, നല്ല പോലെ പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് നല്ല പോലെ ചൂടാറിയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രീം ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി വിപ്പിംഗ് ക്രീം തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജാമോ എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതിൽ തേച്ച് കൊടുക്കാം. അത്യാവശ്യം കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ക്രീമൊക്കെ ഇതിൽ നല്ല പോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള ചെറിയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം സ്ട്രോബെറിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേക്ക് റോൾ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് മടക്കിയെടുക്കണം. പതുക്കെ പൊട്ടിപ്പോകാതെ മടക്കിയെടുക്കുക.
എന്നിട്ട് ഈ ബട്ടർ പേപ്പർ കൊണ്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ടൈറ്റാക്കി പിടിച്ച് ഇങ്ങനെ ചെയ്യുക. ഇതിങ്ങനെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് കേക്ക് റോൾ കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇതിപ്പോൾ ഇവിടെ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ കേക്ക് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലെ ഈ ഭാഗമൊക്കെ നമുക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്ക് റോൾ തന്നെയാണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതുപോലെ നമുക്ക് ഇനി എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി കേക്ക് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.